നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചതിനാലാണ് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചതെന്ന് കെ സുധാകരൻ MP. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മൂന്നാമത്തെ ചതുശതമായില്യം ചതുശതം പെരുമാളിന് നിവേദിച്ചു. മകം കലം വരവ് വ്യാഴാഴ്ച. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ വിശദമായി. രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കു വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചതെന്ന് കെ സുധാകരൻ MP. ഉളിയിൽ തെക്കൻ പോയിലിൽ വോട്ടർമാരോട് സംസാരിക്കുകയായിരുന്നു MP. രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് ജനങ്ങൾ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് എന്ന് കെ സുധാകരൻ MP. ഉളിയിൽ തെക്കൻപോയിലിൽ വോട്ടർമാരോട് സംസാരിക്കുകയായിരുന്നു MP. കഴിഞ്ഞ തവണ വിജയിച്ചിട്ട് നന്ദി പറയാൻ സാധിച്ചില്ല എന്നത് വലിയൊരു കുറ്റകരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പതിക്കപ്പെട്ടിരുന്നു. ഇക്കുറി അത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ. അതുകൊണ്ടാണ് നേരെ ഇപ്പണിക്ക് പുറപ്പെട്ടത്. എല്ലാ ആളുകളെയും കാണുക, അവരോടൊക്കെ രണ്ട് ലോകം പറയുക, നന്ദി പറയുക, ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക. ആ ഒരു പുതിയ പണി ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല, ഞാനും കരുതിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെ സംസാരിച്ചതുപോലെ ജനങ്ങളുമായുള്ള സമ്പർക്കം, ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുമായുള്ള സമ്പർക്കവും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാനും സാധിക്കുന്ന ഒരു നേതാവിൻ്റെയും ബന്ധങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധം വലുതാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും. അപ്പോൾ ഓരോ ഭാഗത്തുനിന്നും ഫോൺ വരികയാണ്. സുധാരേട്ട, ഞാൻ ധനഞ്ജനാണ്. അപ്പോൾ ഞാൻ ഏത് ധനം ചോദിക്കുമ്പോൾ ധനഞ്ജനെ വിശദീകരിക്കും. എന്നിട്ട് പറയും, സുധാരേട്ടൻ ഓർമ്മയില്ലേ അന്ന് എൻ്റെ ഈ കാര്യത്തിന് വന്നപ്പോൾ നിങ്ങളത് ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? നമ്മളൊരിക്കലും മറക്കില്ല. എൻ്റെ 5 വോട്ടുണ്ട്, ഞങ്ങൾ 5 വോട്ട് ചെയ്തു. ഞങ്ങൾ CPM-കാരാണ് കേട്ടോ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് 5 വോട്ടും എൻ്റെ വീട്ടിലെ വോട്ട് ചെയ്തു എന്ന് അങ്ങനെ പറഞ്ഞ 500 ആളുകളെങ്കിലും എനിക്കുണ്ട്, അന്നുണ്ടായിട്ടുണ്ട്. മട്ടന്നൂർ നിയോജക മണ്ഡലം തല പര്യടനമാണ് തില്ലങ്കേരി തെക്കൻപോയിലിൽ നിന്നും ആരംഭിച്ചത്. ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. അൻസാരി തില്ലങ്കേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാകേഷ് തില്ലങ്കേരി, രാജീവൻ ഇളയാവൂർ, EP ഷംസുദ്ദീൻ, സുരേഷ് മാവില, നിതീഷ് തില്ലങ്കേരി, VR ഭാസ്കരൻ, TV രവീന്ദ്രൻ, A കൃഷ്ണൻ, PV സുരേന്ദ്രൻ, KP ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പെരുവ പറക്കുണ്ട് ട്രൈബൽ കോളനിയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജയന്തി, കുംഭ, തെനിയാടൻ എന്നിവരുടെ കൃഷിയിടത്തിലെ തെങ്ങ്, കമുക്, നേന്ത്രവാഴ തുടങ്ങിയവയാണ് വ്യാപകമായി നശിപ്പിച്ചത്. പാറക്കുണ്ട് ട്രൈബൽ കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. T ജയൻ, കുംഭ, തെന്നിയാടൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനിറങ്ങിയത്. കുലച്ച 3 തെങ്ങ്, 46 കവുങ്ങ്, 50 നേന്ത്രവാഴ തുടങ്ങി സർവ്വതും കാട്ടാന ചവിട്ടിമെതിച്ചു. കുറച്ചു ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൃഷിയിടത്തിൽ കാട്ടാനിറങ്ങുമ്പോൾ കർഷകർക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ വർഷം മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് കാട്ടാനെ തുരത്താൻ ഈ പ്രദേശങ്ങളിൽ വാച്ചർമാരെ നിയോഗിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ വാച്ചർമാരുടെ സേവനം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. കൃഷിനാശമുണ്ടായവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും കർഷകർ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരട്ടി ടൗണിലെ അപകടാവസ്ഥയിലായ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി നടപടി. ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡ് 1 വേ റോഡിന് അരികിലുള്ള ഇറിഗേഷൻ്റെ സ്ഥലത്തെ അപകട ഭീഷണിയിലായ മരത്തിൻ്റെ ശിഖരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. 2 ആഴ്ച മുൻപ് മരത്തിൻ്റെ ശിഖരം പൊട്ടി വീണിരുന്നു. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ 2 മരങ്ങളുമുള്ളത്. ഇത് വലിയ അപകടത്തിന് ഇടയാക്കും എന്ന മുന്നറിയിപ്പുമായി ഹൈവിഷൻ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും അപകട ഭീഷണിയുള്ള മരത്തിൻ്റെ ശിഖരം മുറിച്ചു നീക്കാൻ ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് കത്ത് നൽകുകയും ചെയ്തത്. തുടർന്നാണ് ഇറിഗേഷൻ അധികൃതർ മരത്തിൻ്റെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ചൊവ്വാഴ്ചയും കൊട്ടിയൂരിൽ ഭക്തജന തിരക്ക്. മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം പെരുമാളിന് നിവേദിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ചൊവ്വാഴ്ചയും ഭക്തജനങ്ങളെ കൊണ്ട് തിരുവഞ്ചിറ നിറഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി വലിയ ക്യൂ ആയിരുന്നു പടിഞ്ഞാറൻ നടയിലും കിഴക്കേ നടയിലും അനുഭവപ്പെട്ടത്. പലരും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പെരുമാളെ കണ്ടു മടങ്ങിയത്. ഉച്ചശീവേലിയോടെയാണ് തിരക്കിന് നേരിയ ശമനമുണ്ടായത്. സ്ത്രീ ഭക്തജനങ്ങൾക്ക് അക്കരെ സന്നിധിയിൽ മകം കലംവരവ് ഉച്ചശീവേലി വരെ മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെയാവാം ചൊവ്വാഴ്ചയും ഭക്തജന തിരക്ക് വർദ്ധിക്കാൻ കാരണം. വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം പെരുമാൾക്ക് നിവേദിച്ചു. പന്തീരടി പൂജയോടെയാണ് ആയില്യം ചതുശതം വലിയ വട്ടളം പായസം നിവേദിച്ചത്. മകം കലംവരവ് 13-നും നാലാമത്തെ ചതുശതമായ അത്തം ചതുശതം 16-നും നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരിത്രപ്രധാനമായതും പ്രകൃതി രമണീയമായതുമായ സ്ഥലങ്ങൾ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടുള്ള ചിത്രസഞ്ചാരത്തിന്റെ ഭാഗമായി ചിത്രകാരൻ ഷൈജു കെ മാലൂർ കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തി. ചരിത്ര പ്രാധാന്യമുള്ളതും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടുള്ള ചിത്രസഞ്ചാരത്തിന്റെ ഭാഗമായായിരുന്നു ചിത്രകാരൻ ഷൈജു കെ മാലൂർ കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തിയത്. കോവിഡ് കാലത്തിന് മുമ്പ് കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനായ മാലൂർ സ്വദേശി ഷൈജു കെ മാലൂറായിരുന്നു കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തിയത്. ഉച്ചശീവേലിയുടെ സമയത്ത് കിഴക്കേ നടയുടെ വലതുഭാഗത്തിരുന്നായിരുന്നു ഷൈജു കൊട്ടിയൂർ അക്കരെ സന്നിധാനം പെൻസിൽ ഉപയോഗിച്ച് ക്യാൻവാസിൽ പകർത്തിയത്. ചിത്രകലാരംഗത്ത് ഒരുപാട് വർഷത്തെ ഇതുണ്ട്. 20 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് ചിത്രസഞ്ചാരം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ്. പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങൾ വരയ്ക്കുക, അതിനെക്കുറിച്ച് എഴുതുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് ഒരുപാടായി ഈ വരയ്ക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം വരയ്ക്കണം തോന്നി, അങ്ങനെ വരച്ചതാണ്. തുടർന്ന് ഗജവീരന്മാരുടെ ചിത്രങ്ങളും ഷൈജു തൻ്റെ ക്യാൻവാസിൽ പകർത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, മുൻ MP രമ്യ ഹരിദാസ്, സിനിമാ സീരിയൽ താരം ഷാജു കലാഭൻ, ചാന്ദിനി എന്നിവർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, മുൻ MP രമ്യ ഹരിദാസ്, സിനിമാ സീരിയൽ താരം ഷാജു കലാഭവൻ, ഭാര്യ ചാന്ദിനി എന്നിവർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മുൻ MP രമ്യ ഹരിദാസ് കൊട്ടിയൂരിലെത്തിയത്. കൊട്ടിയൂരിലെത്തിയ രമ്യ ഹരിദാസിനെ
കൊട്ടിയൂർ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു. തുടർന്ന് പ്രദക്ഷിണം നടത്തിയ രമ്യ ഹരിദാസ് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ KC സുബ്രഹ്മണ്യൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത് എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് സിനിമാ സീരിയൽ താരം ഷാജു കലാഭവൻ, ചാന്ദിനി എന്നിവരും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിലെത്തിയ പാലക്കാട് MP VK ശ്രീകണ്ഠനെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു. തുടർന്ന് തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം നടത്തിയ MP ദേവസ്വം അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, തില്ലങ്കേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് തില്ലങ്കേരി, കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ജിജോ അറക്കൽ, ജോൺസൺ കണ്ണപ്പള്ളി, കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി ഗംഗാധരൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനം നാളെ ഏറ്റെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ക്ഷേത്രമായതിനാൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നില്ലെന്നായിരുന്നു VK ശ്രീകണ്ഠന്റെ പ്രതികരണം. നാളെ ചാർജ് എടുക്കുമോ? അമ്പലത്തിൽ രാഷ്ട്രീയമില്ല. ഞാൻ തൊഴാൻ വേണ്ടി വന്നതല്ലേ, ആദ്യമായിട്ട് വരികയാണ് കൊട്ടിയൂർ. അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഡോക്ടർ KG രവീന്ദ്രൻ, അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ തൊഴണം. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് കൊട്ടിയൂർ പോകണം. അങ്ങനെ വന്നതാണ്. തൊഴുതു വളരെ സംതൃപ്തമായിട്ട് തിരിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയൊന്നും നമ്മൾ വേറെ രീതിയിൽ ഓക്കെ. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂരിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കൊട്ടിയൂർ തീർത്ഥാടകർ സഞ്ചരിച്ച കാറിടിച്ച് വീട്ടമ്മയ്ക്കും KSRTC ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ താൽക്കാലിക വോളണ്ടിയർക്കാണ് പരിക്കേറ്റത്. ഇരട്ടി മഹാത്മാഗാന്ധി കോളേജിൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ലിഫ്റ്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ചന്ദ്രൻ തിലങ്കേരി നിർവഹിച്ചു. ഇരട്ടി മഹാത്മാഗാന്ധി കോളേജിൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ലിഫ്റ്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ചന്ദ്രൻ തില്ലങ്കേരി നിർവഹിച്ചു. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഇരട്ടി കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ലഭിച്ച സാഹചര്യത്തിൽ സൊസൈറ്റി എടുത്ത ഒരു തീരുമാനം, അംഗപരിമിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ലിഫ്റ്റ് സൗകര്യം വേണമെന്നുള്ള ഉത്തരവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, മറ്റൊന്നും കാത്തു നിൽക്കാതെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് സൊസൈറ്റി ഏറ്റെടുത്തത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 10-28 ലക്ഷത്തോളം രൂപ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് ഈ ഒരു ലിഫ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും ഒരു കുട്ടി പോലും, അതുപോലെ തന്നെ അധ്യാപകർ പോലും പ്രയാസം അനുഭവിച്ച് അവരുടെ ക്ലാസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് ഏകകണ്ഠമായി തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് അല്പം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദിവസവും എല്ലാവരും ഉപയോഗിച്ചാൽ ഇതിന് പ്രയാസം വരും എന്നുള്ളത് കൊണ്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പൂർണ്ണമായും ഈ സൊസൈറ്റി ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഏൽപ്പിക്കുകയാണ്. അത് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് എളുപ്പത്തിൽ കേടാക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഇത്തരമൊരു സംവിധാനം എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ എവിടെയും ലിഫ്റ്റ് സൗകര്യമുള്ള എയ്ഡഡ് കോളേജുകൾ പോലും, നമുക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട കോളേജുകളിൽ പോലും അത്തരം സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചുരുക്കം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഗവൺമെൻറ് ആവശ്യപ്പെടുകയും നമുക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പഠനാന്തരീക്ഷം ഒരുക്കാൻ, ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഇരട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി K. വത്സരാജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ R. സ്വരൂപ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ട്രഷറർ സത്യൻ കൊമ്മേരി എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഡയറക്ടർമാരായ MV ചന്ദ്രൻ, ബെന്നി തോമസ്, CVM വിജയൻ, രാമകൃഷ്ണൻ എഴുത്തൻ, M. മുകുന്ദൻ മാസ്റ്റർ, സതീശൻ മാവില, സൂപ്രണ്ട് VK സന്തോഷ്, മുൻ സൂപ്രണ്ട് N. സത്യാനന്ദൻ എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
ഇരട്ടി സാക് അക്കാദമിയെ കേരള സർക്കാർ റൂട്രോണിക്സിന്റെ ഔദ്യോഗിക പഠന കേന്ദ്രമായി തിരഞ്ഞെടുത്തു. ഇരട്ടി സാക് അക്കാദമിയെ കേരള സർക്കാർ റൂട്രോണിക്സിന്റെ ഔദ്യോഗിക പഠനകേന്ദ്രമായി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ചെയർമാൻ വിജയൻ പിള്ളയിൽ നിന്നും സാക് മാനേജിംഗ് ഡയറക്ടർ KT അബ്ദുള്ള അംഗീകൃത പത്രം ഏറ്റുവാങ്ങി. ഇതിന്റെ ഭാഗമായി സാക് അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. ഇതിന്റെ വിവിധ മേഖലകളിലെ ജോലി സാധ്യതകളെക്കുറിച്ച് ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് രാമചന്ദ്രൻ AK, അഡ്മിനിസ്ട്രേറ്റർ നിഷ പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സാക്കിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വാഴക്കാൽ ഊർപ്പള്ളി തെക്കൻ പൊയിൽ റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിലങ്കേരി പഞ്ചായത്തിലെ വാഴക്കാൽ ഊർപ്പള്ളി തെക്കമ്പൊയിൽ റോഡ് നവീകരിച്ചത്. 3.5 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡാണ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയത്. 2022 പ്രവൃത്തി ആരംഭിച്ച റോഡാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. നിരവധി കുടുംബങ്ങൾക്ക് ഈ റോഡ് ഏറെ ഗുണകരമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മത്സര പരീക്ഷകളിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമത്തുൽ ഷാലിയ സി, ശ്രീജൽ പി, രക്ഷിതാവ് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാര സമർപ്പണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുൻകാല വൈസ് പ്രസിഡന്റ് VV വിനോദ് അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ നിസാർ അഹമ്മദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. 1 മിനിറ്റ് കൊണ്ട് Aയും Bയും Cയും Dയും ഇല്ലാത്ത 100 ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ പറ്റും. ആർക്കെങ്കിലും കൈ ഉയർത്താൻ പറ്റും? 1 മിനിറ്റ് കൊണ്ട് Aയും Bയും Cയും Dയും ഇല്ലാത്ത 100 ഇംഗ്ലീഷ് വാക്ക് പറയണം. പറഞ്ഞവർക്ക് ആദ്യം പറയുന്നവർക്ക് ഒരാൾക്ക് എന്റെ ഒരു സമ്മാനമുണ്ട്, ക്യാഷ് പ്രൈസ് ഉണ്ട്. ആർക്കും പറയട്ടോ, രക്ഷിതാക്കൾക്കും പറയാം, കുട്ടികൾക്കാണ് പ്രിഫറൻസ്. അതില്ലേ, ജസ്റ്റ് ട്രൈ. 1 മിനിറ്റ് കൊണ്ട് പറയാൻ. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ജനറസ് ആവാം, സമയമില്ല, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സോ കുറച്ച് സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ വിനോദേട്ടൻ എന്നെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിന്റെ ഓണറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഈ ചോദ്യത്തിന് ശേഷം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്. Aയും Bയും Cയും Dയും ഇല്ലാത്ത 100 ഇംഗ്ലീഷ് വാക്കുകൾ 1 മിനിറ്റ് കൊണ്ട് പറയണം. എന്നെ പിടിക്കാൻ നിങ്ങളൊക്കെ ഓക്കെ? സമയമില്ല, ഞാൻ പറയട്ടെ, ശ്രമിക്കട്ടെ. ഓക്കെ, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 until 99. Am I right? Am I right or not? Yes. അപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്. താങ്ക് യു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ CK ചന്ദ്രൻ, A. വനജ, KV ബിന്ദു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടൻ, പഞ്ചായത്ത് അംഗങ്ങളായ CB ജോസഫ്, KV റഷീദ്, TV സിനി, K. മോഹനൻ, ഷഫീന മുഹമ്മദ്, B. മിനി, ധന്യ രാഗേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. കൊട്ടിയൂർ വെങ്ങലോടിയിലെ പാലക്കൽ റെജീന അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഭർത്താവ് ജോൺ, മക്കൾ റോസ്മേരി, എബി, ബോബി, മരുമക്കൾ ബോബി, ജസ്ന. കണിച്ചാർ ആറ്റാംശ്ശേരിയിലെ പരേതനായ ജോസഫിന്റെ ഭാര്യ തെക്കേ പുത്തൻപുരയ്ക്കൽ അന്നമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മക്കൾ ഏലിയാമ്മ, ഗ്രേസി, മേരി, ജോസ്, തോമസ്, പരേതനായ ജോർജ്, ജാൻസി, സണ്ണി, ജെയിൻ, ബിനു. എടൂരിലെ പയ്യനാടൻ പാഞ്ചാലി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ ഗോവിന്ദൻ. മക്കൾ യശോദ, ലീല, ജാനകി, പുരുഷോത്തമൻ, അംബിക, രാജീവൻ, ബിജു, പരേതനായ ബാലു.
മരുമക്കൾ ശിവശങ്കരൻ, മനോഹരൻ, സവിത, ശശിധരൻ, സജ്ന, സൂര്യ. ആറളം കളരിക്കാട് മഠത്തിൽ വീട്ടിൽ പായിക്കാട്ട് അംബുജാക്ഷി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ മഠത്തിൽ ഉണ്ണി. മക്കൾ അജയൻ, ആസാദ്, കവിത, നിലീന, ശങ്കരൻ. മരുമക്കൾ പ്രകാശൻ, ഷാജി, സീമ, വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 200, പേരാവൂർ 200, കൊട്ടിയൂർ 200. റബ്ബർ ലോട്ട് ഇരിട്ടി 180, പേരാവൂർ 190, കൊട്ടിയൂർ 190. ഒട്ടുപാൽ ഇരിട്ടി 110, പേരാവൂർ 120, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 650, പേരാവൂർ 640, കൊട്ടിയൂർ 650. കൊട്ടടയ്ക്ക ഇരിട്ടി 330, പേരാവൂർ 335, കൊട്ടിയൂർ 330. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6585, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചതിനാലാണ് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചതെന്ന് കെ സുധാകരൻ MP. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 3ാമത്തെ ചതുശതമായില്യം ചതുശതം പെരുമാളിന് നിവേദിച്ചു. മകം കലം വരവ് വ്യാഴാഴ്ച. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.